ഓക്കെ. നമസ്കാരം ചേട്ടാ, ഇന്നെന്താണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്? നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഐറ്റം. PVC-യിൽ നിർമ്മിച്ച് കാട്ടുമൃഗങ്ങളെയും നാട്ടുമൃഗങ്ങളെയും ഒക്കെ നമ്മൾ തുരത്തി വിടാനുള്ള ഒരു സാധനമാണ്. പ്രധാനമായിട്ട് കുരങ്ങ്, മലയണ്ണാൻ, പന്നി, നായ്ക്കൾ, പക്ഷികൾ, ചില പക്ഷികൾ, അവരെയൊക്കെ നമുക്ക് തുരത്തി വിടാൻ പറ്റിയ ഒരു ഉപകരണമാണ്. ഇതിനകത്ത് നമ്മുടെ ബോഡി സ്പ്രേ അടിച്ചിട്ട് ഇതിൽ ബാക്കി സെറ്റിങ്ങുകളെല്ലാം ഉണ്ട്. നമ്മുടെ ഈ പൈപ്പിനകത്ത് ഒരു പേപ്പർ വെച്ചിട്ട് ഇതിലിട്ട് ഉറപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ ഫയർ ചെയ്താൽ മതി. അപ്പോൾ കുരങ്ങിനൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് കല്ലുകൾ, ചെറിയ കല്ലുകൾ ഇട്ട് കഴിഞ്ഞാൽ മരത്തിൻ്റെ മണ്ടേ ഒരു 100-120 അടി ദൂരെ വരെ ആ കല്ലുകൾ നല്ല ശക്തമായിട്ട് എത്തും. ഇത് ജനങ്ങൾക്ക് ദോഷമായിട്ട് വല്ലതും ഉണ്ടോ? ഒരു ദോഷവും ഇല്ല. ഇത് ഞാൻ ഒരു 5 കൊല്ലമായിട്ട് ഇത് ഒരു തമാശയ്ക്ക് ചെയ്ത് തുടങ്ങിയതാണ്. ഇതിപ്പോൾ ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. ഒരുപാട് സ്റ്റേറ്റുകളിൽ, ശ്രീലങ്കയിൽ വരെ ഇതിന് ഓർഡർ ആയിട്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂർ, മദ്രാസ്, പിന്നെ ആന്ധ്രാപ്രദേശിലെല്ലാം ഇത് ഒരുപാട് സെയിലാവുന്നുണ്ട്. അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടുതലും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നലെ അയച്ചു കൊടുത്ത്, പാലക്കാട് അയച്ചു കൊടുത്ത്, മെനഞ്ഞാന്ന് ബാംഗ്ലൂരിന് അയച്ചു കൊടുത്ത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെ? റേറ്റ് ഇത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു വില വരുന്നത് 800 രൂപയാണ്. പിന്നെ പോസ്റ്റൽ കേരളത്തിലാകുമ്പോൾ 100 രൂപ, മദ്രാസ് ബാംഗ്ലൂരിലൊക്കെ ആകുമ്പോൾ 150 രൂപ പോസ്റ്റൽ ചാർജ് ആവും. ഇത് എല്ലാം ലൈറ്ററുകളും മറ്റു കാര്യങ്ങളും എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ്. 255 രൂപ വിലയുള്ള ലൈറ്ററും എല്ലാം കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. ഇത് തൂക്കിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 1 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ ഈ ഒരു സാധനം? ഇല്ല, ഒന്നും ഇല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ അടിഭാഗം ഇത് പൊട്ടാതെ സൂക്ഷിക്കണം. ഇത് പിന്നെ ഇതാണ്, ഇത് ഞാനൊരു ഇത് കാണിച്ചു തരാം. ഇത് സുപ്രീമിൻ്റെയാണ്. ഇത് നല്ല ഹാർഡ് മെറ്റീരിയലാണ്. ഇത് തറയിൽ വീണ് കഴിഞ്ഞാൽ ചില സമയത്ത് ഇതിങ്ങനെ ക്രാക്കായിട്ട് നമ്മളെന്തായാലും അത് നമ്മൾ പിന്നെ പൊട്ടിക്കരുത്. പിന്നെ അതിനുശേഷം അതിനുകൊണ്ട് ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് മേടിച്ചത്. ഇത് കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്. ചെറുതായിട്ടൊന്നും വീണാൽ പൊട്ടത്തില്ല. അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ബാക്കി ഭാഗത്തൊന്നും തറയിൽ വീണാൽ പൊട്ടത്തില്ല. ഈ ഭാഗം പൊട്ടിയാൽ പിന്നെ ഉപയോഗിക്കരുത്. ഇത് നമ്മുടെ ആദ്യകാലത്ത് ചെയ്ത മെറ്റീരിയൽ, ആദ്യകാലം നമ്മൾ ചെയ്തതാണ്. അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് നമ്മൾ ആദ്യകാലത്ത് ചെയ്തപ്പോൾ പൈപ്പിന് കുറച്ച് നീളമൊക്കെ ഇട്ട് നമ്മൾ അന്ന് ചെയ്തതാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയേ ഉള്ളൂ. കണ്ട്, ഇതാണ് എൻ്റെ വ്യത്യാസം. കണ്ട്, ഇത്രയും നീളം കുറഞ്ഞല്ല നമ്മൾ. അപ്പോൾ ഇത് നമ്മൾ പവറിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് സ്പ്രേ കുറച്ചടിച്ചാൽ മതി. ഇതാകുമ്പോൾ നമ്മൾ ഇത്രയും ഈ ഗ്യാപ്പ് നിറയത്തക്ക രീതിയിൽ സ്പ്രേ അടിക്കേണ്ടി വരും. മറ്റേ പ്രശ്നമല്ല. ഇതും 120 അടി ദൂരം വരെ കല്ലിനെ എത്തിക്കാൻ പറ്റും. കല്ലുകൾ ഇട്ടാൽ 120 അടി ദൂരം വരെ നമുക്ക് ഇതിൻ്റെ കല്ലുകൾ എത്തിക്കാൻ പറ്റും. നല്ല ഹൈറ്റുള്ള ഒരു തെങ്ങിൻ്റെ മണ്ടയിലെത്തും. അതിലിരിക്കുന്ന കുരങ്ങിനൊക്കെ നമുക്ക് അടി കൊടുക്കാം, എറി കൊടുക്കാം, അതേ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ സ്പ്രേ മാത്രമല്ലാതെ നമുക്ക് കാർബൈഡ് ചെയ്യാൻ പറ്റും. കാർബൈഡിൻ്റെ ഐറ്റം വേറെ ഉണ്ട്, എൻ്റെ കൈ ഉണ്ട്. പക്ഷേ ഞാനത് അപകടമായതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം അത് കാർബൈഡ് എപ്പോഴും അപകടമാണ്. നമ്മുടെ കയ്യിലിരുന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് അപകടമാണ്. പലരും എനിക്ക് കാർബൈഡ് വേണമെന്ന് പറയുന്നെങ്കിൽ ഞാൻ ആ കാർബൈഡിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതാകുമ്പോൾ നമ്മുടെ വെറും ബോഡി സ്പ്രേ, നമ്മുടെ ശരീരത്ത് അടിക്കുന്ന, നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളടിക്കുന്ന ഈ ബോഡി സ്പ്രേയാണ്. ഇത് നമുക്കൊരു ദോഷവും ഇല്ല. ഇതിപ്പോൾ നമ്മുടെ പുറത്ത് വീണാലും കുഴപ്പമില്ല. നമുക്ക് കൊച്ചുങ്ങളുണ്ട്, പൊടിക്കൊച്ചുങ്ങളുള്ള വീട്ടിലും എല്ലാം ഉപയോഗിക്കുക. പക്ഷേ കാർബൈഡ് വിഷമാണ്. കാർബൈഡ് നമ്മുടെ റൂമിലെങ്ങാനും ഇരുന്ന് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് എടുത്ത് കളയാൻ പോലും പറ്റാത്ത രീതിയിൽ അതിൽ വിഷം നിറയും, മരണം വരെ സംഭവിക്കും. ഞാൻ അതുകൊണ്ട് കാർബൈഡ് പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇത് വെറും ബോഡി സ്പ്രേ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ? കാണിക്കാം, ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് പൈപ്പ്. ഈ പൈപ്പ് എടുക്കുക. ഇതേപോലെ നമ്മൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതിൽ നമുക്ക് മൊത്തം പേപ്പർ വേണ്ട, കുറച്ച് പേപ്പർ ശകലം കീറിക്കളയുക. എന്നിട്ട് ബാക്കി ഇത് നല്ലതുപോലെ കൈക്ക് ഇങ്ങനെ ചവിട്ടി ഒതുക്കി ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തേക്ക് വയ്ക്കുക. വെച്ച് ഇത് നല്ല വിരലിന് ഒതുക്കി നല്ലപോലെ ഒതുക്കി അകത്തേക്ക് കയറ്റി ഈ ഒരു പരുവത്തിന് വെക്കുക. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഐറ്റം എടുക്കുക.
എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ സ്പ്രേ അടിക്കുക. സ്പ്രേ എന്ന് പറയുമ്പം ഇത് ചില്ല് കുപ്പിയിൽ വരുന്ന സ്പ്രേ. ഇത് നമ്മൾ ബോഡിയിൽ നമ്മൾ സാധാരണ കണ്ട് ഇതേപോലെ നമ്മൾ ഷട്ടിലടിക്കുന്ന സ്പ്രേ ആണ്. ഇത് നമുക്ക് വലിയ വില ഉള്ളത് വേണ്ട, ഏറ്റവും കുറഞ്ഞത് മതി. അതാണ് നമുക്കിതിന് ആവശ്യം. എന്നിട്ട് ഈ പേപ്പർ വെച്ച ഭാഗം ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് കറക്കി പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നോക്കണം എന്താ ഇതേ സെയിം തന്നെ നമുക്ക് കുറച്ച് കല്ലുകൾ വാരിയിട്ട് ഈ തെങ്ങിലേക്ക് അടിക്കാൻ, കുരങ്ങിനെയൊക്കെ ഓടിക്കാൻ വേണ്ടി കുറച്ച് കല്ലുകൾ ഇങ്ങനെ ചെന്ന് കൊള്ളുന്നതായിട്ട് നല്ല ഇതായിട്ട് അത് പ്രവർത്തിക്കും. അത് കാണിച്ചു തരാം. നമ്മൾ സ്പ്രേ അടിച്ചിട്ട് ഇത് പേപ്പർ വെച്ച ഭാഗം ഇതിലേക്ക് ഉറപ്പിക്കുക. എന്നിട്ട് കുറച്ച് മീഡിയം സൈസ്, അതായത് 1 സെൻറ്റിമീറ്ററിനകത്തുള്ള കുറച്ച് കല്ലുകൾ വാരി ഇതിനകത്തോട്ടിടുക. ഇത്രയേ ഉള്ളൂ. ഇതാണ്. ഇത് നോക്കിക്കോണം. ഈ തെങ്ങോല അടിച്ച് പൊട്ടിക്കുന്നത് നോക്കിക്കോണം. ഉണ്ട്. ഇത് ഒരു 100 അടി 120 അടി വരെ അടിയാണ്, മീറ്ററല്ല. മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 30 മീറ്റർ 40 മീറ്റർ വരെ ദൂരം പോകും. അത് കുരങ്ങുകൾ ചെന്ന് ഒരു ഏറ്റവും വലിയ തെങ്ങല്ല, ഒരു മീഡിയം സൈസ് തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ ഇരിക്കുന്ന കുരങ്ങുകളുടെ പുറത്തൊക്കെ ഇത് ചെയ്യുന്ന കൊള്ളു അത് ഓടിപ്പോവും, പിന്നെ അത് വരത്തില്ല. അങ്ങനെ ചെയ്താൽ മതി. എല്ലാവരും ഇത് കാണാറുണ്ട്, പക്ഷെ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് അതെന്ന് പറയാമോ? ഇത് തയ്യാറാക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള സ്പാർട്സ് എന്ന് പറഞ്ഞാൽ ഇത് 4 ഇഞ്ചിൻ്റെ ഒരു എൻഡ് ക്യാപ്പ്, 4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ്. ഇത് കട്ടിയുള്ള പൈപ്പാണ്. ഇത് 6 MBSൻ്റെ പൈപ്പാണ്. ഇത് കട്ടിയുള്ള പൈപ്പ്. അതാണ്ട് ഈ കനം വരുന്ന, ഈ കനത്ത് കുറയാതെ ഇതിനെക്കാളും അല്പം കനമുള്ള പൈപ്പാണ് ഇട്ടേക്കുന്നത്, അല്ലാതെ ചെറിയ പൈപ്പല്ല ഇതിനകത്ത് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് 4x2ൻ്റെ ഒരു റെഡ്യൂസർ, 2x1.25ൻ്റെ ഒരു ബുഷ്, 1.25ൻ്റെ ഒരു പൈപ്പ്, ഒരു ലൈറ്റർ നല്ല ക്വാളിറ്റി ലൈറ്ററാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ നല്ല കമ്പനി ലൈറ്ററാണ്. 255 രൂപ വിലയുള്ള ലൈറ്ററാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പം, ഇതെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ എൻഡ് ക്യാപ്പ് ഹോളിട്ട് ഇത് അകത്ത് നിന്നും പുറത്ത് നിന്നും നമ്മൾ ഇതിൽ ഗമ്മൊഴിച്ച് ഇതിനെ ഒട്ടിക്കണം. അപ്പോഴാണ് ഇത് സ്ട്രോങ് ആയിട്ട് ഒട്ടും. അതുകൊണ്ട് ഇത് ഊരി വരത്തില്ല. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പിടിച്ചാൽ ഇത് ഊരി വരുന്ന സാധനമല്ല. നമുക്കൊന്ന് ഊരണമെങ്കിൽ പോലും പ്രയാസമാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിതെല്ലാം പശ തേച്ച് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ഈ ബുഷും ഫിറ്റ് ചെയ്തിട്ട് ഈ പൈപ്പ് ഫിറ്റ് ചെയ്ത് ഒന്നുകൂടെ അടിച്ചാലും ചിലപ്പോൾ അതിനകത്ത് പവർ കാണുമല്ലേ? ചിലപ്പോൾ ഇത് വർക്കായേക്കാം, ചിലപ്പോൾ ഇത് വർക്കാവും, ചിലപ്പോൾ ഇത് അതുകൊണ്ട് ഇതാരും രണ്ടാമത് ആരുടെയും മുഖത്തോട്ടോ നമ്മുടെ വീട്ടിലെ പട്ടി പൂച്ച അതിൻ്റെ മുഖത്ത് മനുഷ്യൻ്റെ മുഖത്തോട്ടൊന്നും ഇത് വെച്ച് ഉപയോഗിക്കരുത്. 2-3 പ്രാവശ്യത്തിൽ കൂടുതലും ചിലപ്പോൾ ഇത് വീണ്ടും വർക്കാവും. പക്ഷെ എന്നും പറഞ്ഞാൽ എപ്പോഴും വർക്കാവും എന്ന് പറയാനൊക്കത്തില്ല. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ചിലർ തമാശയ്ക്ക് എടുത്ത് വെച്ച് ചിലപ്പോൾ ആ കൂട്ടുകാരുടെ മുഖത്തോട്ടൊക്കെ വെച്ച് അങ്ങനെ അവിടെ അടിച്ച് ചെറിയ 1-2 അപകടങ്ങളൊക്കെ ഉണ്ടായി. അപകടമായില്ല, അതിങ്ങനെ അടിച്ച് മുഖത്തൊക്കെ വന്ന് കൊണ്ട്. ഇത് കുരങ്ങിനെയും പട്ടിയെ ഓടിക്കാനൊന്നും മാത്രമല്ല, ഇത് നമ്മുടെ ചെറിയ കല്യാണ ഫംഗ്ഷനുകൾ, ബർത്ത്ഡേകൾ, ചെറിയ പരിപാടികൾ, അത് വലിയ പോപ്പർ സെറ്റ് കൊണ്ടുവരാതെ നമുക്ക് ഇതിൽ പേപ്പർ ഇട്ട് നമുക്ക് പോപ്പർ സെറ്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ കളർ പൗഡർ ഇട്ടാൽ നല്ല ഇതായിട്ട് ഹോളി അങ്ങനെ തുടങ്ങിയ വിശേഷങ്ങൾ, ചെറിയ ഉത്സവ പരിപാടികൾ അതിനൊക്കെ നമുക്കിത് ഉപയോഗിച്ചെടുക്കാം. അതിനകത്ത് പേപ്പർ ഇട്ടിട്ട് ഞാനത് പോപ്പർ അടിക്കുന്നത് പോലെ കാണിച്ചു തരാം. ഇതിനകത്ത് ആൾറെഡി കളർ പേപ്പർ നിറച്ചിട്ടുണ്ട്. പേപ്പർ നിറച്ചോണ്ടോ? ആണ്